പോട്ടെ, അദ്ദേഹത്തിന്റെ ഇത്രയും ദിവസം ഇതിന്റെ പിന്നാലെ ഓടിയന്റെ ഒരു ക്ഷീണം കൊണ്ടൊക്കെ ചോദിച്ചു പോയതായിരിക്കും, നമുക്ക് അത് വിടാം. പക്ഷേ ഇനി വരുന്ന ചില ചോദ്യങ്ങൾ, അതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു ദേവ്സ് ടോക്സ്. ഒരു സെൻസേഷൻ ആയിട്ടുള്ള വാർത്ത ഉണ്ടായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന, ആ വാർത്തയുടെ പിന്നാലെ ഓടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. മെയിൻ സ്ട്രീം ചാനലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പത്ര പ്രവർത്തകരായിക്കോട്ടെ, ഇവരാണ് ശരിക്കും ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അവർക്ക് നിൽക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അങ്ങനെ പാവങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും. ഏറ്റവും കൂടുതൽ സത്യസന്ധമായ വാർത്തകൾ പുറത്തുവിടണം എന്നതാണ് മാധ്യമധർമ്മമെങ്കിലും ചില മീഡിയ പ്രവർത്തകർ അവർക്ക് തോന്നുന്ന പോലെ വാർത്തകൾ വളച്ചൊടിച്ച് പുറത്തേക്ക് വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വിഷയം സംസാരിക്കുന്നു ചോദിച്ചാൽ, ഒരു ചാനലിന്റെ പ്രവർത്തകൻ, നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടി വി തുറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ, ഏത് ചാനൽ ഓപ്പൺ ചെയ്താലും അതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇവർ ഇത് തന്നെയാണ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ന്യൂസിലെ ഒരു റിപ്പോർട്ടർ, അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ആണ് കാണുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചുള്ള ആ ബൈറ്റുകൾ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കച്ചവടമാണ്, എല്ലാം കച്ചവടമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മുൻപ് ഞാൻ ന്യൂസ് 18 ഒരു റിപ്പോർട്ടിംഗ് കണ്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ തമാശയായിട്ടാണ് തോന്നിയത്. ഒരാളുടെ മരണം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ ഇവിടെ ഈ റിപ്പോർട്ടറുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും തമാശ തോന്നി. എന്തായാലും അതേക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിക്കുന്ന പണികൾക്ക് നേതൃത്വം കൊടുത്ത തമ്പി എന്നോടൊപ്പം ചേരുകയാണ്. തമ്പി, എപ്പോഴാണ് ഇങ്ങനൊരു കാര്യം പോലീസ് അറിയിച്ചത്? നിങ്ങൾ രാവിലെ 6 മണിക്ക്. ഇന്ന് രാവിലെ നിങ്ങളാണോ ഈ ടാർപോളിനൊക്കെ കെട്ടി ഞാനായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ടാർപ്പ് വരെ കാര്യം അഴിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഇതുപോലെ പൊളിക്കണം, കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. രാവിലെ ചോദിച്ചു. ഒന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരു ഉള്ളിയും കൂടെ വന്നു. നിങ്ങളുടെ സുഹൃത്തില്ല, അരങ്കോളിൽ കൗൺസിലർ വിളിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയും കൂടെ പൊളിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പൊളിച്ചത്. എത്ര സമയം എടുത്തു പൊളിക്കാൻ? എത്ര മണിക്കാണ് തുടങ്ങി? ഏകദേശം അറിയാം. പൊളിക്കാൻ തുടങ്ങി 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞു. അപ്പൊ നിങ്ങളോട് ഇത് എന്തെങ്കിലും പേടിയല്ലോ ഉണ്ടായിരുന്നോ? എന്ത് ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം? പേടി ഉണ്ടായിരുന്നു. എന്തിനാണ് പേടിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ നിന്ന ഈ ചേട്ടൻ തന്നെ എത്രയോ ദിവസങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ പറഞ്ഞ സമാധി സ്ഥലത്തിന് അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും, പേടി തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഒരു ടാർപോളിൻ കെട്ടിയ മനുഷ്യൻ, അദ്ദേഹത്തിനോട് പോലീസ് രാവിലെ ആവശ്യപ്പെട്ടു അത് പൊളിക്കാൻ കൂടെ കൂടാമോ എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹായികളും കൂടെ വന്നിട്ട് അത് പൊളിക്കാൻ കൂടി. പണ്ടൊക്കെയാണ് ഈ പറയുന്ന പ്രേതം, പിശാചെന്നൊക്കെ പറഞ്ഞിട്ട് പേടി തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. അത് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഈ റിപ്പോർട്ടർക്ക് അറിയാത്തത് കൊണ്ടാണോ ആ ചോദ്യം വന്നത് എനിക്ക് അറിയില്ല. എനിവേ, പോട്ടെ, അദ്ദേഹത്തിന്റെ ഇത്രയും ദിവസം ഇതിന്റെ പിന്നാലെ ഓടിയന്റെ ഒരു ക്ഷീണം കൊണ്ടൊക്കെ ചോദിച്ചു പോയതായിരിക്കും, നമുക്ക് അത് വിടാം. പക്ഷേ ഇനി വരുന്ന ചില ചോദ്യങ്ങൾ, അതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടു നോക്കാം. ഇല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. ഇതിന് മുമ്പേ മേശരി പണിയും കൂടെ ആയതുകൊണ്ട് അപ്പൊ ഇങ്ങനത്തെ കെട്ടും കാര്യങ്ങളും അറിയാന്നുള്ളത് നമ്മൾ പൊളിക്കാൻ പറഞ്ഞു. പൊളിച്ചു. എത്ര സമയം എടുത്ത് പൊളിക്കാൻ? 7 മണിക്ക് തുടങ്ങി. 7 മണി 9 മണിയായി. 2 മണിക്കൂറിനകത്ത് വെച്ച് പൊളിച്ച് ബാക്കി എൻക്വയറി ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. അല്ല, പൊളിക്കാൻ എത്ര നേരം എടുത്തു? നിസ്സാര സമയമുള്ളൂ, കുറച്ച് സമയമുള്ളൂ. ആദ്യത്തെ മുകളിലത്തെ സ്ലാബ് ഇളക്കി, പിന്നെ മുകളിലത്തെ സ്ലാബ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അപ്പം സമാധി ആളുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ അതിന്റെ എൻക്വയറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ചാരി വെച്ചിരിക്കുന്ന 2 സ്ലാബ്, മുൻവശത്തുള്ള 2 സ്ലാബ് ഇളക്കി, സൈഡിലുള്ള ഇഷ്ടികകൾ എല്ലാം ഭസ്മത്തിലായിരുന്നു. മുഴുവൻ അരഭാഗം വരെ ഭസ്മത്തിലായിരുന്നു. ഭസ്മമെല്ലാം മാറ്റി പുള്ളി സമാധി ഇരിക്കും പോലെ ചമണം പോട്ടി ഇരിക്കുമായിരുന്നു. കൈ ഇങ്ങനെ തന്നെ വെച്ചിരുന്നു. സമാധി ഇരിക്കും പോലെ തന്നെ ചേർന്ന് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ വെളിയിൽ എടുത്തു. ബാക്കിയുള്ള പോലീസിന്റെ നടപടി കാര്യങ്ങളും ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറയാൻ ഇങ്ങനെ മറന്നു പോകുന്ന കാര്യങ്ങൾ ഇദ്ദേഹം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പറയാൻ വേണ്ടി. അത് ഇവരുടെ ഒരു രീതിയാണ്. അതായത് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങോട്ട് എടുക്കുന്ന ഒരു രീതിയാണല്ലോ. അതിന് അങ്ങനെ കാണാം. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു? അതായത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ? കാരണം പേടിയില്ലെന്നല്ലേ സഹോദരൻ ആദ്യം പറഞ്ഞത്. അദ്ദേഹത്തിന് പേടിയില്ലായിരുന്നു, അങ്ങനൊന്നും തോന്നിയില്ലെന്ന് ആദ്യം പറഞ്ഞു. പിന്നെയും പേടി ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ചോദിക്കാൻ വേറെ ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഈ ബൈറ്റിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ചോദിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പറയുമ്പോൾ കാരണം എനിക്ക് ഇതിന്റെ ജോലി ഭാഗമായിട്ട് അത് പേടി ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് വിശ്വാസിയാണോ? വിശ്വാസിയാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ തൊഴുതിട്ടാ ചെയ്തത്. ആണോ? ഞാൻ രാവിലെ അമ്പലത്തിൽ തൊഴുതിന് ശേഷമാണ്. എവിടെയാണ് പോയത്? അവിടെ തന്നെ, അവിടെ അമ്പലത്തിൽ തന്നെ, കൈലാസനാഥന്റെ അമ്പലത്തിൽ തന്നെ തൊഴുതിന് ശേഷമാണ്, ശിവക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷമാണ് ഈ സമാധി പൊളിക്കുക. അത് ചെയ്യുന്നത് ശരിയാണോ?
അതെന്താ അത് ശരിയല്ലാത്തത്? അമ്പലത്തിൽ തൊഴുതിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്താണ് സാർ, എന്താണിത്, എന്ത് ചോദ്യമാണിത്? അത് ശരിയാണോ? ശരിയാണോ അങ്ങനെ തോന്നുന്നുണ്ടോ? അത് അല്ല, ഇത് ശരിയാണോ? ഒരു ജോലിയുടെ ഇത് ഭാഗമാണ് ഞാൻ ചെയ്ത ജോലിയാണ് ഭാഗമാണ്. അതിൽ വേറെ ശരിയാ തെറ്റോ ഇല്ല. ഈ ഇവരുമായിട്ട് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, എല്ലാവരുമായിട്ട് പരിചയമുണ്ട്. ഇതിപ്പം കോടതി വിധിയല്ലേ, അതിൽ നമുക്ക് അപ്പൊ നാളെ മഹാസമാധി ഇരുത്താൻ പോവുകയാണ്. അത് നല്ല കാര്യം, നല്ല കാര്യം. സമാധി ഇരുത്തണം, നല്ല കാര്യമില്ല. ഇപ്പൊ എല്ലാവരും നാട്ടുകാരും മൊത്തം എല്ലാം അറിഞ്ഞ് നടത്തുന്നതല്ലേ. അപ്പൊ ഈ ഒരാഴ്ചയോളം അവരെ വെറുതെ സംശയിച്ചില്ലേ കുടുംബം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചാനലുകൾ തോറും ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബം സംശയത്തിന്റെ നിഴലിലാണ്, കുടുംബം അത് ചെയ്തു, കുടുംബം ഇത് ചെയ്തു, 2 മക്കൾ ചേർന്ന് അത് ചെയ്തു, ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ചോദിക്കുകയാണ് എല്ലാവരും ചേർന്ന് കുടുംബത്തെ സംശയിച്ചില്ലേ. ശരിക്കും ഈ സംശയം ഇട്ടുകൊടുത്തത് ആരാണ്? ഞാൻ മീഡിയക്കാർ അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ ഈ ഒരു റിപ്പോർട്ടറുടെ കാര്യം പറയാണ്. മറ്റു റിപ്പോർട്ടിംഗ് കേൾക്കുമ്പോൾ ഇത്രയും പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഇത്രയും ദിവസം കൊണ്ട് കുടുംബത്തെ സംശയിച്ചില്ലേ. ഈ ശരിക്കും സംശയത്തിന്റെ മുനയിട്ട് കൊടുത്തത് ആരാണ്? മീഡിയക്കാർ തന്നെയാണ്. കേരളത്തിന്റെ അങ്ങ് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ജീവിക്കുന്ന ആൾക്കാരിലേക്ക് മീഡിയയിലൂടെ തന്നെയാണല്ലോ ഈ വാർത്തകൾ പോകുന്നത്. ഈ സംശയം ഉണ്ടാക്കി ഇട്ടുകൊടുക്കുന്നതും മീഡിയ തന്നെയാണ്, വാർത്തകളെ പൊലിപ്പിച്ച് കാണിക്കുന്നതും മീഡിയ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യനോട് വന്ന് ചോദിക്കുകയാണ്, ഒരാഴ്ച കൊണ്ട് കുടുംബത്തെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ട് നിർത്തിയില്ലേ. എന്തൊരു ചോദ്യമാണ് സർ. അല്ല, സംശയം ഇപ്പം കാരണം വേറെ ഒരാൾ അറിയാത്തടത്തോളം കാലം അത് സംശയമായിട്ടല്ലേ ഇരിക്കുള്ളൂ. ആ സംശയമാണ്. അതിലിപ്പോ പരിഹാരമായി. അതിലൊരു പരിഹാരം, അവരെ സംശയിക്കേണ്ട കാര്യമില്ല. സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ സ്ഥലത്തിന് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എന്നൊരു പേര് വരും അല്ലേ? അതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ വ്യക്തിപരമായി നിങ്ങൾ അങ്ങനെ ഒരു ഇതിന്റെ ഭാഗമാവുകയാണ്. സമാധി സ്ഥലം പൊളിച്ചയാള് നിങ്ങളാണ്. നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തേ ഉള്ളൂ. അല്ലാതെ ഈ വൈരാഗ്യത്തിന്റെ ഇത് അങ്ങനെ ഒന്നുമില്ല. ഈ സമാധി ജോലി വിളിച്ചു. അപ്പൊ നാളെ ഇത് മഹാസമാധി അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് അതിനോടുള്ള അതൊക്കെ അവരുടെ കാരണം എന്ന് വെച്ചാൽ അവരുടെ അമ്പലം വഴിയുള്ള സമാധി ഇരിക്കുന്ന അയാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ ഇതൊരു സേവനമായിട്ടാണോ ചെയ്തത്? എങ്ങനെയാണ് ഇന്ന് അതിനെ പറ്റില്ല. എന്റെ ടാർപ്പ അവിടെ 6 ടാർപ്പ വാടക എടുത്ത് കെട്ടിയിരിക്കുകയാണ്. ആ 6 ടാർപ്പ അഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും. കാരണം എന്തായാലും എനിക്ക് അത് കഴിഞ്ഞാൽ ഇത് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാടകക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടാർപ്പ വേണമെന്ന് പറഞ്ഞു. അപ്പൊ SI പറഞ്ഞിരുന്നു, CM പറഞ്ഞിരുന്നു കുഴപ്പമില്ല, ഇന്ന് രാവിലെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ഇപ്പൊ നിംസില് പുള്ളിയെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിംസിലല്ലേ കൊണ്ടുപോയത്, അവിടെ കൊണ്ടുപോയി. ഇനി ഇത് നാളെ മഹാസമാധി എന്ന് പറയുന്നു. അപ്പൊ ഇനി അതും കഴിഞ്ഞേ പൊളിക്കാൻ പറ്റുള്ളൂ. എന്താ ഇതിന്റെ ഒന്നും ഒരു മറുപടിയും അറിയത്തില്ല. അതാണ് ആശങ്ക. എന്റെ പൊന്നു ഡാൻ ചേട്ടാ, നിങ്ങൾക്ക് വാർത്ത ഇല്ലെങ്കിൽ വാർത്ത കൊടുക്കാതിരിക്കൂ. ഇപ്പൊ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ തമ്പിച്ചേട്ടൻ വളരെ മനോഹരമായിട്ട് ആ ചോദ്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒന്നും ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം അതിൽ വീണില്ല. അതാണ് സത്യം. വേറൊന്നുമല്ല, സമാധി സ്ഥലം പൊളിച്ചത് നിങ്ങളാണ്. അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞത് അതിന്റെ ജോലിയുടെ ഭാഗമാണ് എന്നും പറഞ്ഞ് ഒഴിക്കാൻ മട്ടിൽ അദ്ദേഹം അത് വിട്ടു. ശരിക്കും അതിനകത്തൊരു തിരുപ്പ് ഉണ്ടായിരുന്നു. കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. ഈ പറയുന്ന ഒരു വാർത്തയെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇതുവരെയും ഈ ഗോപൻ സ്വാമിയുടെ സമാധി അതേക്കുറിച്ചൊന്നും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. അതിന് കാരണം മതം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിനകത്തുള്ളത് കൊണ്ടാണ്. മതം, രാഷ്ട്രീയം ഇത് രണ്ടും ഞാൻ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളല്ല. ഒരു റിപ്പോർട്ടിംഗ് ഇങ്ങനെ ആവരുത് എന്നൊരു ആഗ്രഹമുണ്ട്. ചോദിക്കേണ്ട റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലാണ്ട് ഒരു തമാശ രൂപേണ കൊണ്ടുപോകേണ്ട ഒരു സാധനം അല്ലല്ലോ. എനിവേ, ഡാൻ ചേട്ടൻ ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നാളെയാണ് ഗോപൻ സ്വാമിയുടെ മഹാസമാധി തീരുമാനിച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. കുടുംബം ഇപ്പോഴും പോലീസ് പറയുന്നത് സംശയങ്ങളൊന്നും ഒഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ പുറത്തു വരട്ടെ. ആ വാർത്തയെക്കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും സംസാരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് മതം ഒക്കെ വരുന്നൊരു സാധനമാണ്. എനിക്കത് താല്പര്യമില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.